ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു, ഇതുപോലെ ഒരു മെഷീൻ, നമ്മുടെ ഫാഷൻ മേക്കർ മെഷീൻ വാങ്ങിയാൽ ഒട്ടും തയ്യൽ അറിയാത്ത ഒരാൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ, സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുമോ, ശരിയാകുമോ സ്റ്റിച്ചിങ്, അതോ നമ്മുടെ സിംഗിൾ മെഷീൻ തന്നെ വാങ്ങണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ ആൾക്കാർ മറ്റേ മെഷീൻ വാങ്ങുന്ന പോലെ തന്നെ ഈ മെഷീനും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയാൽ ഒരിക്കലും നമുക്ക് ഈ മെഷീൻ അല്ല നമുക്ക് പഠിക്കാൻ തരുന്നത്, അല്ലെങ്കിൽ ഇതിൽ പഠിപ്പിക്കാറില്ല. അവർ പഴയ മെഷീൻ തന്നെയാണ് പഠിപ്പിച്ച് തുടങ്ങുന്നതും. അപ്പോൾ നമുക്ക് ഈ മെഷീനിൽ എങ്ങനെ ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം, ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ ഒരു ഏകദേശം പെറ്റിക്കോട്ട് വരെയൊക്കെ എങ്ങനെ ഈ മെഷീനിൽ തയ്ക്കാം എന്നുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇത് നമുക്കൊരു സീരീസ് ആയിട്ട് ഒരു 10 ക്ലാസ്സുകളൊക്കെ, ഏകദേശം 10ഓളമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ മെഷീൻ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി പിന്നെ എല്ലാ മെഷീനിലും ഒരുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ തയ്യൽ അറിയാവുന്ന ആൾക്കാരും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും ഇത് കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ മെഷീൻ വാങ്ങിയ ആൾക്കാരും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ്സുകൾ കാണുക. എല്ലാവരും അറ്റൻഡൻസിന് പകരം ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിൽ നമ്മുടെ ഈ മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ സിംഗിൾ മെഷീനുമുണ്ട്. അതിലാണ് ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ആദ്യമായി വാങ്ങിയ മെഷീനുമാണത്. ഇത് പവർ മെഷീൻ. ഞാനൊരു 2-3 ദിവസമേ ആയുള്ളൂ ഈ മെഷീൻ വാങ്ങിയിട്ട്. ഈ 3 മെഷീനും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പവർ മെഷീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കടയിൽ നിന്നും വാങ്ങിയ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ 3 മെഷീനെയും കുറിച്ചുള്ള ഒരു കമ്പാരിസൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 മെഷീനും നല്ല മെഷീൻ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ മെഷീൻസും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയും നമ്മൾ സൂക്ഷിക്കുന്ന പോലെയുമാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ഇതുവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും വന്നിട്ടില്ല. ഈ കാണുന്ന കർട്ടൻ ഉൾപ്പെടെ, കട്ടിയുള്ള കർട്ടൻ ഉൾപ്പെടെ ഞാൻ തയ്ച്ചത് ഈ ഫാഷൻ മേക്കർ മെഷീനിലാണ്. കാരണം അന്ന് എൻ്റെ സിംഗിൾ മെഷീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് മോട്ടോർ ഫിറ്റ് ചെയ്ത മെഷീൻ അല്ല. അപ്പോൾ എനിക്ക് കാലുകൊണ്ട് തന്നെ അത്രയും ചവിട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ സമയത്താണ് ഞാൻ ഇത് വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലും ഫ്രോക്സ് ആണ് ചെയ്യുന്നത്. അപ്പം ഫ്രോക്സിൽ ചെയ്യുന്ന കൂടുതൽ വർക്കുകളും, അതായത് കണ്ടോ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ റോൾഡ് ഹെം ഫുട്ട് ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കുന്നതും കണ്ടോ, ഇതുപോലെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയും നമ്മൾ ഈ മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെഷീനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കും. ഫുട്ട് ചേഞ്ച് ചെയ്യുന്നതും ഫുട്ട് മാറ്റിയിട്ട് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ തന്നെയും നമുക്ക് പഠിക്കാം. പിന്നെ കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഹോം പർപ്പസിന് നമുക്കിത് ധാരാളം മതിയാവും. സിംഗിൾ മെഷീൻ പോലെ തന്നെ ഇത് ധാരാളം മതിയാവും. പിന്നെ സിംഗിൾ മെഷീനേക്കാൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ സ്ഥലം വളരെ കുറച്ച് മതി. നമുക്ക് ഉപയോഗശേഷം എടുത്ത് കബോർഡിലൊക്കെ വെക്കാം. അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ മെഷീനാണ്. അതുപോലെ തന്നെ ഞാനിവിടെ സിംഗറിൻ്റെ മെഷീനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയില്ല കേട്ടോ. ഉഷയുടെ ആണെങ്കിലും ബ്രദറിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെയും ബേസിക് ഇതുപോലെയൊക്കെ തന്നെയാണ്. വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ, ഇപ്പോൾ അവർ പറയും, നമ്മൾ ഈ മെഷീൻ മേടിക്കുമ്പോൾ അവർ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷോപ്പിൽ കൊണ്ടുവരണം, നിങ്ങൾ തന്നെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ മെഷീൻ ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ചെറിയ പ്രോബ്ലംസേ വന്നിട്ടുള്ളൂ. നമ്മൾ അതുപോലെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാവാം. അപ്പോൾ ചെറിയ മെയിൻ്റനൻസും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ മെഷീൻ്റെ പാർട്സ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ സാധാരണ പ്ലഗ് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ പ്ലഗിൽ കുത്താൻ പറ്റുന്ന പ്ലഗാണ്. നമ്മുടെ പവർ മെഷീനൊക്കെ ആകുമ്പോൾ വലിയ പ്ലഗാണ് വരുന്നത്. ഇതങ്ങനെയൊന്നുമില്ല, നമ്മുടെ നോർമൽ പ്ലഗ് തന്നെയാണ്. അതുപോലെ തന്നെ എന്തേ കണ്ടോ, ഇതിൻ്റെ പ്ലഗും അതുപോലെ തന്നെ പെഡലും കൂടി ജോയിൻ ചെയ്തിട്ട് ഈ ഭാഗത്താണ് ഇങ്ങനെ കേട്ടോ. ഇതിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് പ്ലഗ് പോയിന്റിലേക്ക് പ്ലഗ് കുത്തേണ്ടത്. ഇവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കുത്തി കാണിച്ച് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്താൽ ഇതിൽ നിന്ന് വരുന്ന ഈ 2 വയറുകളിൽ ഒരു വയറ് നമുക്ക് പ്ലഗ് കുത്താനുള്ളതാണ്, ഒരു വയർ ആ പെഡലിൻ്റെയാണ്. ഇതാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ പ്രസ് ചെയ്തിട്ടാണ്, ഇതിലിങ്ങനെ കാലുകൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്കും ബലത്തിൽ ചെയ്യേണ്ട കേട്ടോ, മെല്ലെ ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടോപ്പിലെടുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ താഴെ വെച്ചിട്ട് കാലുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ഭാഗം ഇവിടെ വരിക, ഇവിടെ ഉപ്പൂറ്റിയുടെ പോർഷൻ വരിക. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അത് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പ്ലഗ് കുത്തിയിട്ടുണ്ട് കേട്ടോ, ഭിത്തിയിൽ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ബൾബ് കത്തും. ഇതിനുള്ളിൽ ഒരു ബൾബുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തായിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് റൂമിലധികം വെളിച്ചം കുറവാണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. നമ്മളിത് ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ ഈ ലൈറ്റ് കത്തും. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
അത് അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടേക്കുക. ബൾബ് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കത്തിയിട്ടാൽ അത് ഫ്യൂസായി പോകും. അപ്പോൾ നമ്മൾ ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റത്തേക്കാണെങ്കിൽ പോലും അത് ഈ മെഷീനിൽ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ മെഷീൻ നമുക്ക് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും. ബൾബ് ഒത്തിരി സമയം കത്തിക്കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് തൊടുമ്പോൾ ഒരു ചൂട് വരും നമുക്ക്. അപ്പോൾ ഞാൻ ഇതിൽ സ്വിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ലൈറ്റ് തെളിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഈ ഭാഗത്ത് ഇത് നമ്മുടെ ഈ ഉപ്പൂറ്റിയുടെ പോർഷനാണ്, ഇത് വിരലിൻ്റെ പോർഷൻ തന്നെയാണ്. എന്നിട്ട് ഇതേ കണ്ടോ ഇങ്ങനെ മെല്ലെ കണ്ടോ ഇത് ഈ ഭാഗത്താണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം മെല്ലെ പ്രസ് ചെയ്താൽ മെല്ലെ സ്റ്റിച്ച് വരുള്ളൂ. ഞാൻ അടിയിലൊരു തുണി വെച്ചിട്ടുണ്ട്. കാര്യം നീഡിലല്ലെങ്കിൽ നമ്മളിങ്ങനെ തുണിയൊന്നും ഇല്ലാതെ ചെയ്താൽ നീഡിലിൻ്റെ മുന പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മെല്ലെ പ്രസ് ചെയ്താൽ ഇതേ കണ്ടോ മെല്ലെ കറങ്ങുള്ളൂ. അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് കറങ്ങും കണ്ടോ, ഇതേപോലെ കറങ്ങും. മെല്ലെ പ്രസ് ചെയ്യുമ്പോൾ മെല്ലെ കറങ്ങും. അപ്പോൾ അത് ആദ്യം ഒന്ന് നമ്മളിതിൽ ചവിട്ടി ഒന്ന് ശരിയാൻ. കാര്യം ആദ്യമായിട്ട് നമ്മൾ ചവിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ചിലപ്പോൾ വളഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ആദ്യം മെല്ലെ ഒന്ന് ചവിട്ടി നോക്കുക. നിങ്ങൾ ആദ്യം മെല്ലെ ചവിട്ടി ഇതിലൊന്ന് പ്രസ് ചെയ്ത് തുണി വെച്ച് വളയാതെയൊക്കെ ചവിട്ടി തന്നെ ശരിയാകുക. അത് 2-3 ദിവസം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അറിയാൻ പറ്റും. ഇതിൻ്റെ ഈ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിംഗിൾ മെഷീൻ ചവിട്ടുക, നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈ വീലൊക്കെ കറക്കി ചവിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് വരുമ്പോൾ അത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് കാല് പ്രസ് ചെയ്താൽ മാത്രം മതി. തുണി ഇവിടെ വെച്ചിട്ട് തുണി പിടിച്ചു കൊടുക്കുക കൃത്യമായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങളിത് പ്രവർത്തിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. എന്നാൽ പോലും ഞാനൊന്ന് ക്ലാസ്സിൻ്റെ തുടക്കം എന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ നൂലിടുന്നതും ബോബിനിൽ നൂല് ചുറ്റുന്നതും ഒക്കെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.